ഹായ് കുട്ടീസ്, ഇത് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഓണപരീക്ഷയ്ക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? ഇത് നോക്കടാ, 1, 3, 5 എന്നീ 3 അക്ക സംഖ്യ, 1, 3, 5 എന്നീ 3 അക്കങ്ങളും വരുന്ന എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചത്. അപ്പൊ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ചെയ്യാനൊരു ട്രിക്കും നിങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ ട്രിക്ക് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും? ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാം എന്ന് എഴുതിക്കൊണ്ടേ ഇരിക്കും അല്ലെ. അപ്പൊ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചത് 3 അക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാം എന്നാ. അപ്പൊ എന്റെ കുട്ടികൾ ഇത്രയും അറിഞ്ഞാൽ മതി. നമ്പേഴ്സ് അതേതോ ആയിക്കോട്ടെ, അതിൽ 0 ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അതിൽ 0 ഇല്ലെങ്കിൽ ഇതാണ് നമ്മളെ ട്രിക്ക്. 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 3 × 2 × 1 ചെയ്താൽ ആൻസർ ആയി. 3 × 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആയി. ഇനി 4 നമ്പേഴ്സ് തന്നു, ഏതെങ്കിലും ഒരു 4 നമ്പേഴ്സ്, 0 ഇല്ലാത്ത ഏതെങ്കിലും 4 നമ്പേഴ്സ് എന്നിട്ട് നിങ്ങളോട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. എന്ത് ചെയ്യാ? 4 × 3 × 2 × 1 ചെയ്താൽ മതി. അങ്ങനെ കുറഞ്ഞു വരാം. ഇനി 5 നമ്പേഴ്സ് തന്നിട്ട് എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. 5 × 4 × 3 × 2 × 1 ചെയ്താൽ ആൻസർ ആയി. സോ നിങ്ങൾക്ക് 6 നമ്പേഴ്സ് തന്നിട്ട് എത്ര 6 ഡിജിറ്റ് നമ്പർ അതിൽ നിന്നും ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ പറയാ? ഇത് 0 വരാത്ത കേസിലാണ് എന്റെ മക്കളെ ശ്രദ്ധിക്കണം. സോ ഇതിന്റെ ആൻസർ എന്തായാലും കമന്റ് ബോക്സിൽ പറയാ. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.